ഡൽഹിയിലും ഹരിയാനയിലും RSSന്റെ പ്രവർത്തനങ്ങൾ നമ്മളെല്ലാവരും ചർച്ച ചെയ്തതാണ്. RSS ഡൽഹിയിലും ഹരിയാനയിലും ഭരണത്തിലേക്ക് BJP എത്തിക്കാൻ എങ്ങനെയാണ് അവിടെ പ്രവർത്തിച്ചത് എന്നുള്ള കാര്യങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങളടക്കം ചർച്ച ചെയ്ത് വളരെ വലിയ രീതിയിൽ അന്താളിച്ച് നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. 50,000 ഡ്രോയിങ് റൂം മീറ്റിങ്ങുകളാണ് ഡൽഹിയിലടക്കം ഇവർ നടത്തിയത്. മഹാരാഷ്ട്രയിൽ അത് 80,000 90,000 ഡ്രോയിങ് റൂം മീറ്റിങ്ങുകളുണ്ട്. ഒരുപക്ഷെ 1.5 ലക്ഷത്തിലേറെ ഡ്രോയിങ് റൂം മീറ്റിങ്ങുകൾ നടത്തിയേക്കാം എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിട്ടുള്ളത്. എന്നാൽ സമാനമായ രീതിയിലുള്ളൊരു പ്രവർത്തനം കേരളത്തിലും ഇപ്പോൾ RSS നടത്താൻ പദ്ധതിയിടുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. RSSന്റെ ശാഖാ വിപുലീകരണമാണ് ഇപ്പോൾ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെയധികം സിസ്റ്റമാറ്റിക് ആയിട്ടാണ് RSS കേരളത്തിൽ മുന്നേറാൻ പോകുന്നത് എന്നാണ് ആ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രൗഢശാഖകൾ RSS സജീവമാക്കാൻ തുടങ്ങുന്നു കേരളത്തിൽ എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത്. എന്താണ് ഈ പ്രൗഢശാഖകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RSSൽ നിന്ന് നേരത്തെ വിട്ടുപോയിട്ടുള്ള പല RSS പ്രവർത്തകരുമുണ്ട്. ജോലി സംബന്ധമായിട്ടുള്ള തിരക്കുകൾ കാരണം RSSലേക്ക് വരാൻ കഴിയാത്ത ആൾക്കാരുണ്ട്. അവരൊക്കെ ഇപ്പോൾ റിട്ടയർ ആയിരിക്കുകയായിരിക്കും. അങ്ങനെ വീട്ടിലിരിക്കുന്ന ആൾക്കാർ, അങ്ങനെയുള്ള മുതിർന്ന ആൾക്കാർ, ഇതിൽ അഭിഭാഷകരുണ്ടായിരിക്കും, ഡോക്ടർമാരുണ്ടായിരിക്കും, അങ്ങനെ പല മേഖലകളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. ഇവരെയെല്ലാം തിരിച്ചു കൊണ്ടുവന്ന് RSSൽ വീണ്ടും സജീവമാക്കുക എന്നുള്ളതാണ് പ്രൗഢശാഖകൾ കൊണ്ട് RSS ഉദ്ദേശിക്കുന്ന ഒരു പ്രവർത്തനം എന്ന് പറയുന്നത്. അങ്ങനെ ഈ പ്രൗഢശാഖകൾ നേരത്തെ ഉണ്ടെങ്കിലും അവ ഡീആക്ടിവേറ്റ് ആയി കിടക്കുകയായിരുന്നു. ഇതിനെ ആക്റ്റീവാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ RSS നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കേരളത്തിൽ ഈ പ്രൗഢശാഖകൾ വഴി സമൂഹത്തിൽ അക്സെപ്റ്റൻസ് ഉള്ള, അതായത് സമൂഹത്തിൽ നിലയും വിലയുമുള്ള പല മുതിർന്ന RSS പ്രവർത്തകരെയും ഉണ്ടാക്കിക്കൊണ്ടുവരാനാണ് RSS ശ്രമിക്കുന്നത്. അവരൊക്കെ നേരത്തെ തന്നെ RSS പ്രവർത്തകരായിരുന്നു. എന്നാൽ അവർ RSSൽ നിലവില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ ജോലി തിരക്കും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊണ്ട് എന്തായാലും ഇതിന് വലിയ പിന്തുണ ലഭിക്കുമെന്നാണ് RSS കരുതുന്നത്. പോരാത്തതിന് നിത്യശാഖ, ബാലശാഖ, അങ്ങനെ മണ്ഡലിയുണ്ട്, പ്രൗഢശാഖ, അങ്ങനെയുള്ള പല തരത്തിലുള്ള ശാഖകൾ RSSനുണ്ട്. അതിൽ RSS ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പ്രൗഢശാഖയാണ്. എന്തു തന്നെയായിരുന്നാലും ദേശീയ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ സേവിക സമിതിയും RSSനുണ്ട്. അതായത് RSSന്റെ വനിതാ വിങ്ങാണ് ഈ രാഷ്ട്രീയ സേവിക സമിതി എന്ന് പറയുന്നത്. സ്ത്രീ ശാക്തീകരണം ഇപ്പോൾ രാജ്യത്ത് ഉണ്ടായി വരുന്നൊരു സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. 50% സംവരണം സ്ത്രീകൾക്ക് ലഭിക്കണം എന്നുള്ള ആ ഒരു നിയമം, ആ ഒരു ബില്ല് തന്നെ ഇപ്പോൾ പാസ്സായി കഴിഞ്ഞു. 2029 ഈ ബില്ല് യഥാർത്ഥത്തിൽ ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ട് നമ്മുടെ നാട്ടിൽ പ്രാബല്യത്തിൽ വരിക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ സമയം കൊണ്ട് തന്നെ RSS BJPയിലും RSSലും വനിതകളായിട്ടുള്ള ധാരാളം കേപ്പബിൾ ആയിട്ടുള്ള യുവതികളെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് RSSൻ്റെയും BJPയുടെയും ലക്ഷ്യം എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഡൽഹി തന്നെ നോക്കിയാൽ അറിയാം. ഡൽഹിയിൽ സ്ത്രീയാണ്, അതായത് രേഖാ ഗുപ്തയാണ് അവിടെ മുഖ്യമന്ത്രിയായി ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത്. സമാനമായ രീതിയിൽ RSSനും BJPക്കും വനിതകളുടെ ഒരു നീണ്ട നിര തന്നെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് വലിയ രീതിയിൽ അവർ ഒന്നുകൂടെ പരിപോഷിപ്പിക്കാനുള്ള ശ്രമമാണ് ഇതിലൂടെ അവർ നടത്തുന്നത്. സ്ത്രീ ശാക്തീകരണം വഴി RSSും BJPയും അതിൽ RSS കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ഇപ്പോഴേ കോൺസെൻട്രേറ്റ് ചെയ്താൽ 2029 ആകുമ്പോഴേക്കും ഇത് അജയ്യമായ രീതിയിൽ കരുത്താർജിക്കും എന്നാണ് ഇവർ കരുതുന്നത്. പ്രധാനമായും BJP യൂത്തിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യാനായി ശ്രമിച്ചിരിക്കുന്നത്. അതായത് കേരളത്തിലെ യൂത്തിൽ, അതായത് കേരളത്തിലുള്ള യുവാക്കൾക്കിടയിൽ, കേരളത്തിലുള്ള മറ്റ് യുവജനങ്ങൾക്കിടയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് RSS മുതിർന്ന പൗരന്മാരെ പ്രൗഢശാഖകൾ വഴി കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. കാരണം ഈ പ്രൗഢശാഖകൾ വഴി അവർ മുതിർന്ന പൗരന്മാരിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുന്നത്, അവരെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കാനായി ശ്രമിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഈ മുതിർന്ന പൗരന്മാരെ ആയിരിക്കും RSS ഡ്രോയിങ് റൂം മീറ്റിങ്ങുകൾക്കായി കേരളത്തിലെ പല കുടുംബങ്ങളിലേക്കും വിടുക. ഇപ്പോൾ യുവാക്കൾ വന്ന് ഒരു സ്ഥലത്ത് വന്ന് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്നതിൻ്റെ 10 മടങ്ങ് അക്സെപ്റ്റൻസ് ആയിരിക്കും ഒരു മുതിർന്ന ഒരാൾ ആ കാര്യം വിശദീകരിക്കുമ്പോൾ കിട്ടുന്നത് എന്നുള്ളതാണ് കേരളത്തിൻ്റെ പ്രത്യേക ഒരു സാഹചര്യം എന്ന് പറയുന്നത്. എന്തായാലും ഹരിയാനയിൽ ഡൽഹി മോഡലിലും ഡ്രോയിങ് റൂം മീറ്റിങ്ങുകൾ ഇപ്പോഴേ കേരളത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. എന്നാൽ പ്രൗഢശാഖകൾ വളർത്തി ഇത് കൂടുതൽ സജീവമാക്കാനാണ് RSSൻ്റെ നിലവിലെ കേരളത്തിലെ മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.